പ്രൈസ് ലോൺ കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലീഡ് ചെയ്യുന്ന മീറ്റിംഗ് ലീഡിംഗ് കർത്താവിൻ്റെ ദാസൻ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും ഒരിക്കൽ കൂടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള നിസ്തുല സ്നേഹവന്ദനത്തെ ഇന്ന് രാത്രി അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തിൻ്റെ വചനം നമുക്ക് ഒരുമിച്ച് പഠിപ്പാനും മനസ്സിലാക്കുവാനും കർത്താവ് എന്ന സാവകാശത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് റോമാലേഖനം 5-ാം അധ്യായമാണ്. ഈ ആഴ്ച നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ തുടർന്ന് കടക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും ഈ റോമാലേഖന പഠന പരമ്പരയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. റോമാലേഖനം എന്ന് പറയുന്ന വളരെ നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ വളരെ ആവശ്യമേറിയ ഒരു ലേഖനമാണ്. അത് വളരെ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിലെ പ്രായോഗിക ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ലേഖനമാണ് റോമാലേഖനം. ഇതിന് തുടർച്ച എന്നതാണ് ഗലാത്യ ലേഖനമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ റോമാലേഖനം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗലാത്യ ലേഖനമൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്ന ഈ 6-ാം അധ്യായം 2 പാർട്ടായിട്ടാണ് ഞാൻ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായം 1 മുതൽ 8-ാം അധ്യായം 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ റൈറ്റസ്നെസ് എക്സ്പീരിയൻസ് ഇൻ ദ സോൾ, നമ്മുടെ ദേഹിയിൽ നമ്മളത് കർത്താവിൻ്റെ നീതി നമ്മൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ 5-ാം അധ്യായം നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ നീതീകരണത്തിൻ്റെ ഫലം എന്താണെന്നും ഒക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിപ്പാൻ ഇടയായി. ആദാമിലൂടെ മരണമാണെങ്കിൽ ക്രിസ്തുവിലൂടെ നമുക്ക് പുതിയ ജീവൻ, നിത്യമായ ഒരു ജീവൻ നമുക്ക് ലഭിച്ചു എന്ന് നമുക്ക് 5-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. 6-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2 ഭാഗങ്ങളായിട്ടാണ്. ഒന്ന് ഡെഡ് ടു സിൻ ആൻഡ് അലൈവ് ഇൻ ക്രൈസ്റ്റ്. 6-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്ന പാപത്തിന് മരിച്ച് ക്രിസ്തുവിൽ ജീവിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. അതിൻ്റെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ സെർവൻസ് ഓഫ് ജസ്റ്റിസ്, നീതിയുടെ അല്ലെങ്കിൽ നീതിക്ക് ദാസന്മാർ, അങ്ങനെ അല്ലെങ്കിൽ അടിമകൾ എന്നുള്ള സെർവൻസ് എന്നുള്ള ഇവിടെ പൗലോസ് അർത്ഥമാക്കുന്ന സ്ലേവ്സ് അല്ലെങ്കിൽ അടിമകൾ എന്നുള്ള ഒരർത്ഥത്തിലാണ്. സാധാരണ നമ്മളൊരു സെർവൻ്റ് അല്ലെങ്കിൽ ഒരു ജോലിക്കാരൻ എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ സ്ലേവ്സ്, അടിമകൾ എന്നുള്ള ഒരു പദമാണ് നമ്മൾ ഈ ഭാഗത്തിൽ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് നമുക്ക് അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ തുടർന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. പാപത്തിന് മരിച്ച് ക്രിസ്തുവിൽ ജീവിക്കുക, ഡെഡ് ടു സിൻ ആൻഡ് അലൈവ് ഇൻ ക്രൈസ്റ്റ്. അതിനകത്ത് നമ്മൾ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഇങ്ങനെ ഇപ്രകാരം പൗലോസ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യം എന്ന് പറയുന്നത് 5-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലെ 20-21 വാക്യങ്ങളെ ആസ്പദമാക്കി അല്ലെങ്കിൽ 20-ാമത്തെ വാക്യം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ 6-ാം അധ്യായം 1-ാമത്തെ വാക്യം പൗലോസ് ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്നു. ഒരു കൺക്ലൂഷൻ പോലെ ചോദിക്കുകയാണ്. ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? എന്നിട്ട് തന്നെ പൗലോസ് ഉത്തരം കൂടെ പറയുന്നു, ഒരു നാളും അരുത്. അപ്പം അതിൻ്റെ 5-ന്റെ 20-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം അവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച് നിർത്തിയെടുത്ത ആ ഒരു വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അതിനെ ബേസ് ചെയ്താണ് പൗലോസ് ചോദിക്കുന്നത്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇത് നമ്മൾ മിക്കവാറും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒരു വചനമാണ്. ഇത് ഈ ഹൈപ്പർ ഗ്രേസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗക്കാർ ഇതിനെ പല രീതിയിൽ ദുർവ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്ന ഒരു ഭാഗം കൂടെയാണ്. എത്ര പാപം ചെയ്താലും കുഴപ്പമില്ല, കർത്താവിൻ്റെ കൃപ നമ്മുടെ മേലുണ്ട് എന്നൊരു വ്യാഖ്യാനം ഈ ഭാഗത്ത് വളരെ അപകടകരമായ ഒരു വ്യാഖ്യാനം ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
അവർ പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല, വീണ്ടെടുക്കപ്പെടാത്ത ഒരു ശരീരമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പാപം ചെയ്യാം, പാപം ചെയ്താൽ അവിടെ ദൈവത്തിൻ്റെ കൃപ പെരുകും എന്നൊരു വ്യാഖ്യാനം ഇവിടെ പലപ്പോഴും ഉണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്നത് ഈ 20-ാമത്തെ വാക്യത്തിലാണ് അതിൻ്റെ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. അപ്പോൾ അവിടെ ഈ ന്യായപ്രമാണം അത് നമ്മൾ മനസ്സിലാക്കിയാൽ ഇതിനെ തുടർന്ന് കുറച്ച് വാക്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ന്യായപ്രമാണം എന്തിനാണ് യഹൂദന് കൊടുത്തത്? ന്യായപ്രമാണം നമ്മൾ വായിക്കുമ്പോഴാണ് പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്കുണ്ടാകുന്നത്. അപ്പോൾ നിയമം വരുമ്പോഴാണ് നിയമലംഘനം അറിയുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പം ഒരു വണ്ടി ഓടിക്കുമ്പോൾ 100 കിലോമീറ്റർ ആണ് നമ്മൾ അവിടെ ഓടിക്കേണ്ടത്. നമ്മൾ 120-ൽ പോകുന്നെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആ നിയമത്തെ നമ്മൾ ലംഘിക്കുകയാണ്, നമ്മൾ ഒഫൻസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു ലംഘനം വന്നു. അപ്പോൾ നിയമം എവിടെ വരുമ്പോഴാണ് അതിൻ്റെ ലംഘനങ്ങളെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ന്യായപ്രമാണം ഒരിക്കലും യഹൂദന് അതിലെ കൽപ്പനകളെ ഒന്നും അനുസരിക്കുവാൻ അവനൊരു കാലത്തും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവൻ ന്യായപ്രമാണത്തിലെ കൽപ്പനകളെ അനുസരിച്ചില്ല എങ്കിൽ അവന് മരണശിക്ഷയാണ്. അപ്പോൾ അവനെ ശിക്ഷയ്ക്ക് അതിന് പകരമായിട്ട് മനുഷ്യൻ മരിക്കേണ്ടിടത്ത് മൃഗങ്ങളെ യാഗമായി അർപ്പിച്ചു. മനുഷ്യന്റെ ശിക്ഷ മുഴുവൻ മൃഗങ്ങളുടെ മേൽ യാഗമായി തീർന്ന ഒരവസ്ഥയായിരുന്നു നമ്മൾ ന്യായപ്രമാണ യുഗത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. യഹൂദൻ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മൃഗബലി നടക്കുന്നു, യാഗമർപ്പിക്കുന്നു. യഹൂദൻ പിന്നെയും പാപം ചെയ്യുന്നു, പിന്നെയും അതിന് യാഗമർപ്പിക്കുന്നു. ഒരു വിധത്തിലും പാപത്തിൽ നിന്നൊരു വിടുതൽ യഹൂദൻ ഒരു കാലത്തും പ്രാപിച്ചിട്ടില്ല. ഒരു മനുഷ്യനും പാപത്തിൽ നിന്ന് പൂർണ്ണമായ ഒരു മോചനം മനുഷ്യന് ലഭിച്ചിട്ടില്ല. അപ്പൊ ന്യായപ്രമാണത്തിൽ കൂടെ നിരന്തരമായ ലംഘനം ചെയ്തുകൊണ്ട് പാപം വർദ്ധിച്ചു എന്നുള്ളതല്ലാതെ പാപം ഇങ്ങനെ പെരുകിക്കൊണ്ടിരുന്നപ്പോൾ അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ തക്ക സമയത്ത് വന്നു. അവിടെ നിന്ന് മനുഷ്യനെ തൻ്റെ ക്രൂശു മരണത്തിൽ കൂടി ആ പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ജഡത്തിൽ ഏറ്റെടുക്കുകയും അങ്ങനെ നമ്മളെ പാപത്തിൽ നിന്ന് ഒരു മോചനം നമുക്ക് നൽകുകയും ചെയ്തു എന്നതാണ് പൗലോസ് ഈ വാക്യത്തിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ യുക്തിക്കൊരു ചിന്ത നമുക്ക് വെക്കുവാനായിട്ട് കഴിയും. നമ്മൾ വിചാരിക്കും, എന്തിനാണ് ന്യായപ്രമാണം കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണത്തിന് മുമ്പ്, മോശയ്ക്ക് മുമ്പ് യേശു വന്ന് ഇവരെ വിടുവിച്ചാൽ പോരെ? ഞാനത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു മറ്റൊരു ചിന്ത ഇങ്ങനെ ദൈവം തന്നതായി. നമ്മൾ യഥാർത്ഥമായി ഒരു പാപിയാണ് എന്ന് അറിയണമെങ്കിൽ ന്യായപ്രമാണം നമ്മൾ വായിച്ചു നോക്കിയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ന്യായപ്രമാണം നമ്മൾ പാപത്തിന്റെ പരിജ്ഞാനം അറിയത്തുള്ളൂ. ഒരു മനുഷ്യൻ പാപിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ന്യായപ്രമാണം. അതായത് ദൈവം ആഗ്രഹിക്കുക ഇത്രയേ ഉള്ളൂ: നിന്നെ കൊണ്ടൊരിക്കലും സ്വയമായിട്ട് നിനക്ക് നീതിമാനാകാൻ കഴിയത്തില്ല. നിന്റെ പാപ സ്വഭാവമുള്ള ഒരു ജഡമാണ് നിന്നിലുള്ളത്. നിനക്കൊരിക്കലും സ്വയമായിട്ട് ഒരു നീതിമാനാകുവാൻ കഴിയത്തില്ല. യഹൂദനോട് പറയുകയാണ്, യഹൂദ ജനമേ, നീ ന്യായപ്രമാണത്തിൽ ആശ്രയിച്ച് ബാഹ്യമായ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് നീ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. നിന്റെ അകം മുഴുവൻ കപടവും. അതാണ് നമ്മൾ 1 അധ്യായം നമ്മൾ 18 മുതലുള്ള ഭാഗങ്ങൾ ഒരു മനുഷ്യനെ, ഒരു പച്ചയായ മനുഷ്യനെ പൗലോസ് തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാലത്തും ന്യായപ്രമാണം ഇല്ലാത്തൊരു വ്യക്തിയും ന്യായപ്രമാണം ലഭിച്ച യഹൂദനും ഒരുപോലെയാണ്. അവൻ ഒരിക്കലും അതിൻ്റെ ശിക്ഷയിൽ നിന്ന്, അല്ലെങ്കിൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവൻ ഒരിക്കലും ഒഴിവാകുന്നില്ല. അതാണ് ഇവിടെ നമ്മൾ ആ ഒരു ഭാഗം കൂടെ നമുക്ക് ഗലാത്യ ലേഖനം 3 അധ്യായം അതിൻ്റെ ന്യായപ്രമാണം എന്തിനാണ് കൊടുത്തതെന്നുള്ളത്, അതിൻ്റെ ഒരു പർപ്പസ് ഓഫ് ദ ലോ, ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശം നമുക്കന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 3 അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം.
ന്യായപ്രമാണം എന്തിന്? എന്നാൽ ന്യായപ്രമാണം എന്തിനാണ് കൊടുത്തത്? എന്തിനാണ്? അതിന്റെ ആവശ്യം എന്തായിരുന്നു? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം. വാക്തത്വം ലഭിച്ച സന്തതി. അത് മൂന്നാം അധ്യായത്തിൽ പൗലോസ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ വാക്തത്വം ലഭിച്ച സന്തതി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അബ്രഹാമിനോട് സുവിശേഷം അറിയിച്ചു, സകല ജാതികളിലും മുൻകൂട്ടി അറിയിച്ചു, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ കൂടെ നമ്മൾ വായിക്കുമ്പോൾ 22 അധ്യായമൊക്കെ വായിക്കുമ്പോൾ അതിൽ കൂടെ ആ വചനമുണ്ട്. ഞാനത് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും വായിക്കുന്നില്ല. അപ്പോൾ ഈ 3:6 അത് പൗലോസ് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു, അതുകൊണ്ട് വിശ്വാസികൾ അത്ര അബ്രഹാമിന് മക്കൾ എന്നറിവിൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കും തിരുവഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുമ്പ് കൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസി അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് ഇവിടെ ആ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ അവസാനം പറയുന്നതാണ് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാക്തത്വങ്ങൾ ലഭിച്ചു, സന്തതികൾക്കെന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കുമെന്ന ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്, അത് ക്രിസ്തുവാണ്. അപ്പൊ അബ്രഹാമിന്റെ ആ ജീനിയോളജിയിൽ വരുന്ന ക്രിസ്തു, അത് വാക്തത്വ സന്തതിയായിട്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്. കാര്യം ഇസാക്കിനെ വിശ്വാസത്താലാണ് അബ്രഹാമിനത് ഇസാക്കിനെ പ്രാപിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തലമുറകൾ വാക്തത്വ സന്തതിയായ കർത്താവായ യേശു ക്രിസ്തു എന്ന ഏകനെ കുറിച്ചാണ്. ആ ഏകനായ സന്തതി മുഖാന്തരമാണ് സകല ജാതികളും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു സുവിശേഷം അബ്രഹാമിനോട് നേരത്തെ അറിയിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ആ സന്തതിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 19-ാമത്തെ വാക്യം വായിച്ചാട്ടെ. സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും. മധ്യസ്ഥനായ മോശയെ ദൈവം തിരഞ്ഞെടുത്തിട്ട് ദൂതന്മാരാണ് ഈ ന്യായപ്രമാണം അവിടെ കൊടുത്തത്. അതിനകത്ത് മുഴുവനും ലംഘനങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് അതിനകത്ത് ഇന്നത് ചെയ്താൽ ഇന്ന പാപം, ഇന്ന ശിക്ഷ. അപ്പോൾ അവിടെ ഒഫൻസ് പറയുന്നു, എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് ലംഘനങ്ങൾ നിമിത്തം അത് കൂട്ടിച്ചേർത്തതായിട്ടുള്ള ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥ ഏൽപ്പിച്ചതാണ് ന്യായപ്രമാണം. അടുത്ത ഒരുത്തൻ മാത്രം എങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം. യെസ്. എന്നാൽ ന്യായപ്രമാണം ദൈവിക വാക്തത്വങ്ങൾക്ക് വിരോധമാണോ? ഒരു നാളുമല്ല. കാരണം ന്യായപ്രമാണം നമ്മൾക്ക് അത് അനുസരിക്കുവേണ്ട ആവശ്യമാണ്. ദൈവം അത് അനുസരിക്കുവാൻ യഹൂദനെ കൊണ്ട് അല്ലെങ്കിൽ യഹൂദനെ അനുസരിക്കുവാനായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് അടിസ്ഥാനമാകി ആകുമായിരുന്നു, അല്ലെങ്കിൽ ആധാരമായനെ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അത് നമുക്ക് അതിലെ നിയമങ്ങൾ ചെയ്യുവാൻ നമ്മുടെ ശരീരം നമുക്ക് പൂർണ്ണമായി അനുവദനീയമല്ല, അല്ലെങ്കിൽ നമ്മുടെ ജഡം അത് ബലഹീനമാണ്, അല്ലെങ്കിൽ പാപത്തിന്റെ ശക്തി അത്ര ഫോഴ്സാണ്, അല്ലെങ്കിൽ അത്ര ബലമുള്ളതാണ്, അത് അത്ര വലിയതാണ് എന്ന് ഇവിടെ പൗലോസ് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എങ്കിലും അടുത്ത വിശ്വസിക്കുന്നവർക്ക് വാക്തത്വം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് മൊത്തം അതിന്റെ പാപത്തിന്റെ കീഴെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ ആകുന്ന ശത്രുത്വത്തിന്റെ കീഴെ സകല മനുഷ്യനെയും അടച്ചു കളഞ്ഞു. എന്തിനാണ്? വിശ്വാസം വരെ. അടുത്ത വാക്യം, വിശ്വാസം വരും മുമ്പേ നമ്മൾ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി. ന്യായപ്രമാണം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് എത്തുവാനുള്ള ഒരു ചൂണ്ടു പലകയാണ്. കാരണം ഈ ന്യായപ്രമാണം അത് മുഴുവനായിട്ട് ഒരു മനുഷ്യനെ അനുസരിക്കുവാൻ കഴിയാതെ പാപത്തിന്റെ ശക്തി അത്ര വലുതായിരുന്നു. കാരണം ന്യായപ്രമാണം
മരണത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്, അത് ശിക്ഷയാണ് ഓർമ്മപ്പെടുത്തുന്നത്. പാപത്തിന്റെ ശിക്ഷയാണ് ന്യായപ്രമാണം മുഖാന്തരം നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു മൂലം വിശ്വാസത്താൽ നമ്മളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി നമ്മളെ നീതീകരിക്കുവാനാണ് കർത്താവ് നമുക്ക് വേണ്ടി വന്നത് എന്നുള്ള ഒരു കാര്യം പറയാനാണ്. ഞാൻ ഈ ഭാഗം ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഗലാത്യ 3 ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അതിലേക്ക് ഞാൻ ഒത്തിരി പോകുന്നില്ല. കാരണം നമ്മുടെ ഈ ചാപ്റ്ററിൽ തന്നെ നമുക്ക് നിൽക്കണം. കാരണം നമ്മൾ ഈ ഒരു ഭാഗമാണ് 20-3-5-20 വായിച്ചുകൊണ്ടാണ് ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 19 തോന്നുന്നു, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. ഒന്ന് വായിച്ചാട്ടെ. ന്യായപ്രമാണം 19 തോന്നുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ന്റെ ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. അത് യോഹന്നാന്റെ സുവിശേഷം 1-ന്റെ 19 അല്ല 17. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ന്യായപ്രമാണം യഹൂദന് ലഭിച്ചത് മോശ മുഖാന്തരമാണ്. എന്നാൽ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചു. അത് യഹൂദന് മാത്രമല്ല, സകല ജാതി മനുഷ്യർക്ക്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 5-ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഇവിടെ പറയുന്നു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കൂ. അത് ഒരു നാൾ മരുതേ. നമുക്കൊരിക്കലും പാപം ചെയ്യാനുള്ള വ്യവസ്ഥയില്ല. പക്ഷെ എങ്ങനെ നമുക്ക് ഈ പാപത്തെ ജയിക്കാം എന്നുള്ളതാണ് പൗലോസ് നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്. ഒന്ന്, നമ്മൾ എങ്ങനെയാണ് ഈ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചത്, അതാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നിട്ട് പൗലോസ് പറയുന്നത് അതിൻ്റെ ആ ശിക്ഷയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി അതിൻ്റെ ഫലം എന്താണ്, തുടർന്ന് എങ്ങനെയാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നത്, തുടർന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യം, നമ്മൾ ഈ സ്നാനത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വായിക്കുന്ന ഒരു അധ്യായമാണ് റോമാലേഖനം 6-ാം അധ്യായം. അതിൻ്റെ 3 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ തുടർന്ന് വായിക്കുമ്പോൾ നമ്മളതിൻ്റെ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന സ്നാനത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളത് പലപ്പോഴും വായിച്ച് കേട്ടുള്ളതാണ്. നിങ്ങളൊക്കെ ഒരു പക്ഷേ കേട്ടിരിക്കാം. എന്നാൽ ഇന്നൊരു സ്നാനത്തിൻ്റെ ക്ലാസ്സിന് ഉപരിയായിട്ട് അതിൽ കൂടെയുള്ള സ്പിരിച്വൽ ആത്മീക മർമ്മങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സ്നാനപ്പെടാത്ത ഒരു വ്യക്തിക്ക് സ്നാനപ്പെടുവാനുള്ള ഒരു വിളിയും കൂടെ, ഒരു ആഹ്വാനവും കൂടെ ഈ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ പൗലോസ് പറയാണ്, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്ന എങ്ങനെ? അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ പാപത്തിന് മരിച്ചു. പൗലോസ് പറയുന്നത് നമ്മുടെ പാപ സ്വഭാവമുള്ള മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു. നമ്മൾ ഒരു കാലത്ത് പാപത്തിന്റെ അടിമകളായിരുന്നു. അതിൽ നിന്നും നമ്മൾ സ്വതന്ത്രമായി, നമ്മളെ ഇപ്പോഴെ കൃപയുടെ അണ്ടറിലാണ് നമ്മൾ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയുടെ സ്വാധീനത്തിലാണ് നമ്മൾ. ഇനി പാപത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് നമ്മൾ ഫ്രീ ആയി. ഇനി നമുക്ക് അതിനകത്ത് ജീവിക്കുവാൻ കഴിയത്തില്ല. ഒരു വിശ്വാസിക്ക് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടെ അല്ലെങ്കിൽ രക്ഷയിലേക്ക് സ്നാനത്തിൽ കൂടെ രക്ഷയിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെയും പാപത്തിൽ ജീവിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നു, ദൈവത്തിൽ ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുവാൻ അവന് കഴിയുകയില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മുടെ പഴയ സ്വഭാവങ്ങൾ, പാപ സ്വഭാവങ്ങൾ, നമ്മുടെ പഴയ മനുഷ്യന്റെ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വെളിപ്പെടാറില്ലേ പ്രിയമുള്ളവരെ? നമുക്കിതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ നമുക്ക് ജയിക്കുവാൻ കഴിയും? ഈ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവിടെ പൗലോസ് ഒരു കാര്യം വെളിപ്പെടുത്തിയാണ്, നിങ്ങൾ മരിച്ചു. അത് എങ്ങനെയാണ് മരിച്ചത് അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് പൗലോസ് പറയുന്നത്. 3-ാമത്തെ വാക്യം തൊട്ട് ഒന്ന് വായിച്ചാട്ടെ. അല്ല,
അയച്ചോ. അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. അപ്പൊ യേശുവിനോട് ചേരുവാനാണ് സ്നാനമേൽക്കുന്നത്. നമ്മൾ പെന്തക്കോസ്തി ചേരാനല്ല, ഏതെങ്കിലും മതത്തിൽ ചേരുവാനല്ല സ്നാനമേൽക്കുന്നത്. നാം സ്നാനപ്പെടുന്നത് ക്രിസ്തുവിനോട് ഏകീഭവിക്കുവാനാണ്. ക്രിസ്തുവിൻ്റെ ക്യാരക്ടറോട് നമ്മൾ അനുരൂപപ്പെടുവാനാണ്. അതുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുവാനാണ് സ്നാനപ്പെടുന്നത്. സ്നാനം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പബ്ലിക് ഡിക്ലറേഷനാണ്. അത് നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. പിശാചിനെ നോക്കിയിട്ട് നമ്മൾ പറയുകയാണ്, ഇനി പിശാചെ, നിനക്ക് എൻ്റെ മേലൊരു യാതൊരു സ്വാധീനവുമില്ല. ഞാൻ ഇന്നു മുതൽ കർത്താവിൽ മരിച്ചു. അതാണ് നമ്മൾ ജലത്തിൽ സാക്ഷീകരിക്കുന്നത്. ജലസ്നാനം കൊണ്ട് നമ്മുടെ ടെസ്റ്റിമണി അവിടെ വെളിപ്പെടുന്നതിൻ്റെ കാരണം, സ്നാനത്തിൽ നമ്മൾ അവനോട് അടക്കപ്പെട്ടു, കുഴിച്ചിടപ്പെട്ടു. യേശു മരിച്ചതുപോലെ നാമും മരിക്കുകയാണ്. നമ്മുടെ മരണം, കാരണം കർത്താവിൻ്റെ മരണത്തോടുള്ള ഒരു ഏകീഭാവമാണ് സ്നാനത്തിൽ കൂടെ നടക്കുന്നത്. ലിറ്ററലി നമ്മൾ ചെയ്യുന്നെങ്കിലും നമ്മൾ ആ ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഞാനത് വിളിച്ചു പറയുമ്പോൾ എൻ്റെ വിശ്വാസം ഞാനത് ഡിക്ലെയർ ചെയ്യുകയാണ്. നമ്മൾ പലപ്പോഴും പറയും, എനിക്ക് വിശ്വാസമുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുവാനുള്ളതല്ല. അത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ അത് വെളിപ്പെടുത്തി കാണിക്കണം. അതാണ് ഫെയ്ത്തിൻ്റെ എക്സർസൈസ്, ആക്ടിവേഷൻ എന്ന് പറയുന്നത്. അബ്രഹാം അതാണ് ചെയ്തത്. ഇസ്ഹാക്കിനെ യാഗമായി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇസ്ഹാക്കിനെ അദ്ദേഹം തൻ്റെ വിശ്വാസവും പ്രവൃത്തിയും കൂടെ ഒന്നിച്ച് വെളിപ്പെട്ടു. അതാണ് ഈ സ്നാനത്തിൽ കൂടെ നടക്കുന്നത്. നമ്മുടെ ഫെയ്ത്തും ആക്ഷനും ഒരുപോലെ വേണം. നമ്മുടെ ആ പ്രവൃത്തി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അതാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ പത്രോസ് വിളിച്ചു പറയുന്നുണ്ട്, ആകയാൽ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്ന് പറയുന്നത്. ഈ പാപത്തിന്റെ മോചനത്തിനായിട്ടെന്ന് പത്രോസ് പറയുമ്പോൾ പത്രോസ് അതിൻ്റെ വിശദീകരണമൊന്നും കൊടുക്കുന്നില്ല. പക്ഷെ അവിടെ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങിയിട്ട് അവരുടെ ഹൃദയത്തെ കർത്താവ് തൊടുകയും അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ട് അവർ സ്നാനപ്പെടുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. അതിൻ്റെ അവസാനം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ രക്ഷയുടെ കംപ്ലീഷൻ എന്ന് പറയുന്നത് സ്നാനവും കൂടെ ചേർന്നാണ്. സ്നാനം നമ്മൾ ഇന്ന് വിശ്വസിച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് നടത്താനുള്ളതല്ല സ്നാനം എന്ന് പറയുന്നത്. ഫിലിപ്പോസിന്റെ കാര്യം നമുക്കറിയാം. ഷണ്ണന്റെ കാര്യം നമുക്കറിയാം. ഷണ്ണനോട് ചോദിക്കുന്നു, നീ വിശ്വസിക്കുന്നുവോ? ഷണ്ണൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. അപ്പോൾ ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട്, നീ വിശ്വസിക്കുന്നുവോ? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. ഓൺ ദ സ്പോട്ടിൽ സ്നാനപ്പെടുത്തിയാണ്. 3000 പേരെ പിന്നെ കൊണ്ടുപോയിട്ട് 6 മാസം കഴിഞ്ഞ് സ്നാനപ്പെടുത്തിയല്ല. അവരുടെ ഫെയ്ത്തും ആക്ഷനും ഒരേ സമയം. ഫെയ്ത്തിൻ്റെ എക്സ്പ്രഷനാണ് സ്നാനം എന്ന് പറയുന്നത്. അതിൻ്റെ സിംബോളിക് എക്സ്പ്രഷനായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഇതുകൊണ്ട് വലിയ ആത്മീയ മർമ്മമാണ് ഈ ഭാഗത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കാത്തവൻ എന്ന് പറയുമ്പോൾ സ്നാനവും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് എടുത്തു പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് മരിച്ചത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ എന്താണ് നടന്നത്? നിങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ നിങ്ങളുടെ പഴയ മനുഷ്യനെ അവിടെ കുഴിച്ചിടുകയായിരുന്നു. അതാണ് നിങ്ങൾ വെള്ളത്തിൽ മുങ്ങുന്നത്. അവനോടുകൂടെ നിങ്ങൾ അടക്കപ്പെട്ടു. നിങ്ങൾ അതിനുശേഷം നിങ്ങൾ ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ നിങ്ങൾ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവമാണ്, ഒരു പുതിയ ജീവന്റെ അനുഭവമാണ്. നിങ്ങളുടെ പഴയ മനുഷ്യനെ അവിടെ ക്രൂശിക്കുകയും ഒരു പുതിയ മനുഷ്യൻ, യേശു ക്രിസ്തുവിന്റെ ഡിവൈൻ നേച്ചറുള്ള, ദിവ്യ സ്വഭാവമുള്ള ഒരു പുതു മനുഷ്യനെയാണ് നാം ധരിച്ച് ആ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നത്. ഇതെല്ലാം വിശ്വാസത്താൽ നടക്കേണ്ട കാര്യമാണ്. ലിറ്ററലി നോക്കിയാൽ നമ്മൾ മുങ്ങിപ്പൊങ്ങുമ്പോൾ ഒന്നും നമുക്ക് ആർക്കും കാണുവാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ആത്മമണ്ഡലത്തിൽ ഭയങ്കരമായ മാറ്റങ്ങൾ ഉള്ളതുകൊണ്ടാണ് സാത്താൻ ഇതിനെ ഭയങ്കരമായിട്ട് ഈ സ്നാനത്തെ ഒപ്പോസ് ചെയ്യുന്നതിൻ്റെ കാര്യം. അതുകൊണ്ടാണ് സാത്താൻ അറിയാം അവനൊരു പുതിയ സൃഷ്ടിയായി മാറുക. അതുകൊണ്ടാണ് ഇത്രയും ഇതിന് എതിർപ്പ് വരാനുള്ള കാരണം. അല്ല, ഞാൻ വേഗത്തിൽ പോകട്ടെ. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ
അവനോട് കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. നമ്മളൊരു പുതിയ ലൈഫ്, അല്ലെങ്കിൽ വാക്ക് ഇൻ ന്യൂനെസ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ നടക്കേണ്ടതിന് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ആണ് ആ സ്നാനത്തിൽ കൂടെ നമ്മളെ ആ ഒരു എക്സ്പ്രഷനിൽ കൂടെ നമ്മൾ പബ്ലിക്കായിട്ട് നമ്മുടെ ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്ത് മുഖാന്തരം നമുക്ക് ഈ രണ്ട് പ്രോസസ്സ് അവിടെ നടക്കുന്നു, മരണവും പുനരുത്ഥാനവും. എന്നിട്ട് പൗലോസ് പറയുന്നു 5-ാമത്തെ വാക്യത്തിൽ, അവന്റെ മരണത്തിന്റെ സാക്ഷ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യത്തോടും ഏകീഭവിക്കും. പ്രിയമുള്ളവരെ, ഒരു സ്നാനപ്പെട്ട വ്യക്തിക്ക് മാത്രമേ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ നമുക്കൊരു പുനരുത്ഥാനം ലഭിക്കണമെങ്കിൽ അവന്റെ മരണത്തോട് നാം ഏകീഭവിക്കണം. അതുകൊണ്ടാണ് കർത്താവ് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഈ കൽപ്പന കൊടുത്തിട്ട് പോയിരിക്കുന്നത്. ഇത് നിസ്സാരമായ ഒന്നല്ല, ഇതിനെ അലക്ഷ്യമായി കളയുവാനുള്ളതല്ല. ഇതിനെ പലരും പല രീതിയിൽ ഇതിനെ നമ്മൾ കെയർലെസ് ആയിട്ട് പലപ്പോഴും കളയുമെങ്കിലും ഇതൊരു പ്രവൃത്തിയല്ല. ഇത് നമ്മൾ സ്നാനപ്പെടുന്നതിലൂടെ അല്ല, യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷപ്രാപിക്കുന്നത് നമ്മുടെ ഫെയ്ത്ത് ആണ്. ആ ഫെയ്ത്തും അതിൻ്റെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് സ്നാനം എന്ന് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ആ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നിങ്ങൾ അതുമായിട്ട് ഏകീഭവിച്ചെങ്കിൽ, അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചെങ്കിൽ പുനരുത്ഥാനത്തിലും നിങ്ങൾ എന്ത് ചെയ്യും? അതുമായിട്ട് ഏകീഭവിക്കും. അടുത്ത വാക്യം, 6-ാമത്തെ വാക്യം, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പഴയ പാപ പ്രകൃതമുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ പാപ സ്വഭാവമുള്ള മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു എന്നുള്ള ഒരു സത്യം നാം തിരിച്ചറിയണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ഓർമ്മയില്ല. ഞാൻ ക്രൂശിക്കപ്പെട്ടവനാണോ? ഞാൻ പഴയ മനുഷ്യനെ ഞാൻ ഒരു കാലത്ത് ക്രൂശിച്ചതാണ്, ഞാൻ എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചതാണ് എന്ന് നമ്മൾ എപ്പോഴും കൺഫസ് ചെയ്ത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസം ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ കുറെ കഴിഞ്ഞ് നമ്മളിത് ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾ എക്സ്പയർ ആയാൽ, അല്ലെങ്കിൽ നമ്മുടെ പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ പിന്നെയും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിൻ്റെ കാരണം നമ്മുടെ ഫെയ്ത്ത് ഡേ ടു ഡേ ലൈഫിൽ ആക്ടിവേറ്റ് ചെയ്യാത്തത് കൊണ്ടാണെന്ന് നമുക്ക് ഈ ഭാഗത്തിൽ കൂടെ മനസ്സിലാക്കും. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അതാണ് പത്രോസ് വിളിച്ചു പറഞ്ഞത്, ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. ഇത് പൗലോസിന് കിട്ടിയ ഒരു റെവലേഷനാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നത്? പത്രോസ് അവിടെ അത് എടുത്തു പറയുന്നില്ല. എന്നിട്ട് അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നാം ക്രിസ്തുവിടെ മരിച്ചു എങ്കിൽ അവനോട് ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു ഭാഗം കൂടെ ഇതിന് ആധാരമായിട്ട് വായിക്കേണ്ടിയിരിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ, 17-ാമത്തെ വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ വേഗം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. പൗലോസ് പറയാണ്, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ഫോഴ്സ് ചെയ്യാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. എല്ലാവരും, നിങ്ങൾക്കറിയാവുന്ന ഒരു വാക്യമാണ്. ഇന്ന് രാത്രി ഇതിനോട് ബന്ധപ്പെട്ടതിനെ ചിന്തിപ്പാൻ പിന്നെയും കർത്താവ് ശരണം പ്രാപിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. അപ്പോൾ സകല മാനവജാതിക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. എല്ലാവരും മരിച്ചു എന്നും. അപ്പോൾ യേശു മരിച്ചപ്പോൾ ഞാനും മരിച്ചു. സ്തോത്രം. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല. അപ്പോൾ ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന്. തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി അവൻ മരിച്ചു. സകല മനുഷ്യനും കർത്താവ് മരിച്ചു, അവർക്ക് വേണ്ടി കർത്താവ് മരിച്ചു. ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം. കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചപ്പോൾ ഞാനും മരിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു. എൻ്റെ പഴയ മനുഷ്യനെ കാൽവറി ക്രൂസിൽ കർത്താവ് തകർത്തു കളഞ്ഞു, അതിനെ ഇല്ലാതാക്കി. അത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കുകയാണെങ്കിൽ നമുക്ക് പാപത്തിൻ്റെ ശക്തിയിൽ നമുക്ക് മോചനം ലഭിക്കുവാനിടയായിത്തീരും. ഇത് നമ്മുടെ ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ
നമ്മൾ ഓരോരുത്തരും ആക്ടിവേറ്റ് ചെയ്യണം. അതിൻ്റെ ഓരോ ഇതാണ് നമ്മുടെ കൂട്ടായ്മകൾ, പ്രാർത്ഥനകൾ, ആരാധനകൾ. ഇതെല്ലാം നമുക്ക് പാപത്തിൽ നിന്ന് നമ്മെ ജയിക്കുവാനായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായിട്ട് നമ്മളിത് ആക്ടിവേറ്റ് ചെയ്യണം. നമ്മളത് ആക്ടിവേറ്റ് ചെയ്തില്ല എങ്കിൽ, നമ്മളൊരു കാര്യം അത് ഇല്ല എങ്കിൽ, നമ്മുടെ ജഡമനുഷ്യൻ പിന്നെയും ചീർത്തു വരുവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് വീണ്ടെടുക്കപ്പെടാത്ത ശരീരമായതുകൊണ്ട് ഇതിൻ്റെ സിൻഫുൾ നേച്ചറിനെ നമ്മുടെ വിശ്വാസത്താൽ, കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ ഓരോ ദിവസവും മരിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഓരോ ദിവസവും അവന് വേണ്ടി മരിക്കണം. ഞാൻ ആ ഭാഗങ്ങളാണ് പൗലോസ് ഇവിടെ താഴോട്ട് പറയുന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ലോകത്തിലെ മോഹങ്ങളും ചിന്തകളും നമ്മുടെ മേൽ വാഴാതിരിക്കണമെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ മരിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വാ കൊണ്ട് ഡിക്ലെയർ ചെയ്യണം, സ്തോത്രം ചെയ്യണം. നമ്മൾ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യണം. കർത്താവേ, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇത് നമ്മൾ വാ കൊണ്ട് കൺഫസ് ചെയ്യണം. നമ്മുടെ മൗത്ത് കൺഫെഷൻ നടക്കണം ഡേ ടു ഡേ ലൈഫിൽ. നമ്മൾ അങ്ങനെ എക്സർസൈസ് ചെയ്യുമ്പോഴാണ് പാപത്തിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുന്നത്, പൂർണ്ണമായ ഒരു വിടുതൽ. അല്ലെങ്കിൽ നമ്മൾ ആ വിശുദ്ധിയിലേക്ക് ഓരോ ദിവസവും നമ്മൾ നടന്നു പോകുവാൻ ഇടയായി തീരുമെന്ന് ഈ റോമാലേഖനം 6-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, യേശുവിനോടുകൂടെ യേശു മരിച്ചപ്പോൾ ഞാനും മരിച്ചു. സ്തോത്രം. ഗലാത്യർ 2:20 പറയുന്ന ഇങ്ങനെയാണ്. ഗലാത്യർ 2:20 പെട്ടെന്ന് വായിക്കാമോ? ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. പൗലോസ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, ഞാൻ സ്നാനപ്പെട്ട അന്ന് മുതൽ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ മനുഷ്യൻ. യേശു ക്രൂസിൽ മരിച്ചപ്പോൾ ഞാനും മരിച്ചു. ഞാൻ ജലത്തിൽ സാക്ഷീകരിച്ചപ്പോൾ എൻ്റെ പഴയ മനുഷ്യൻ അവിടെ മരണപ്പെട്ടു കഴിഞ്ഞു. ഞാൻ എൻ്റെ സ്നാനക്കടവിൽ ഞാൻ ജലത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് പൗലോസ് ധൈര്യത്തോടെ, പ്രാഗൽഭ്യത്തോടെ ഗലാത്യ ലേഖനം ഇടുമ്പോൾ അവരോട് പറയുന്നത് ഇങ്ങനെയാണ്, ഞാനോ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാനല്ല ഇനി ജീവിക്കുന്നത്, എൻ്റെ പഴയ മനുഷ്യൻ ഇനി ജീവിക്കുന്നില്ല. പൗലോസ് അത് ഡിക്ലെയർ ചെയ്യാണ് ഗലാത്യ സഭയോട്. ഇദ്ദേഹം ഡെയിലി ഇത് കൺഫസ് ചെയ്യുന്ന, തൻ്റെ മനസ്സിനെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ടാണ് പറഞ്ഞ, ഞാൻ എൻ്റെ ശരീരത്തെ ഓരോ ദിവസവും ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു പറഞ്ഞാൽ, ക്രിസ്തുവിന് ഓരോ ദിവസവും ഞാൻ അടിമപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് എൻ്റെ ശരീരത്തെ എന്ന് പറഞ്ഞാൽ, എൻ്റെ ദേഹി മണ്ഡലത്തെ ദിനവും ഞാൻ മരിപ്പിച്ച് ക്രിസ്തുവിന് ഒരു അടിമയാക്കി, ആ യജമാനന്റെ നല്ലൊരു അടിമയായി. കാരണം യജമാനന്റെ നീതി എൻ്റെ അകത്തൂടെ വെളിപ്പെടുവാൻ ഞാൻ എൻ്റെ ജഡത്തെ, എൻ്റെ ദേഹി മണ്ഡലത്തെ ദിനവും ഞാൻ മരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഭാഗം വായിച്ചാട്ടെ, കണ്ടിന്യൂസ്. നോ ലോങ്ങർ ഐ ലീവ്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എൻ്റെ അകത്ത് ജീവിക്കുന്ന ക്രിസ്തു എന്നുള്ള എൻ്റെ അകത്ത് യേശുവിൻ്റെ സ്വഭാവമാണ്. പ്രിയമുള്ളവരെ, ഇത് ഒരു വലിയ ഒരു എന്താ പറയുന്നത്, ഇതാണ് നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഒരു വാർ, അല്ലെങ്കിൽ ഒരു യുദ്ധമാണ്. നമ്മൾ മരിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമായിട്ടല്ല. നമുക്ക് ഈ ലോകത്തിൽ ഒത്തിരി കഷ്ടങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമുക്ക് ജോലി ചെയ്യുന്നതിന്, അല്ലെങ്കിൽ വാഹനം ഓടിക്കാം, നമുക്ക് എന്ത് കഠിനമായ ജോലികൾ ചെയ്യാം, ഏത് കാര്യവും നമുക്ക് നമ്മുടെ ശരീരത്തെ കഷ്ടതയിലേക്ക്, അല്ലെങ്കിൽ കഷ്ടപ്പെടുവാനായിട്ട് നമ്മുടെ ശരീരം നമുക്ക് സാധിക്കുന്നാൽ, നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക്, എന്നാൽ നമ്മുടെ ദേഹിയെ ക്രൂശിക്കുക, അല്ലെങ്കിൽ ദേഹിയെ മരിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കഷ്ടതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അത് കർത്താവായ, നമ്മുടെ ജഡം കൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ അത് നമ്മുടെ മേൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതിനെ ജയിക്കുവാനായിട്ട്, ഈ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഇത്ര പ്രാഗൽഭ്യത്തോടെ വിളിച്ചു പറയും, ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു. അത്ര അടുത്ത വാക്യം,
ഇപ്പോൾ ഞാൻ ജഡത്തിൽ ഇപ്പോൾ ജീവിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ ദൈവപുത്രനുള്ള ഇവിടെയാണ് വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫെയ്ത്ത് ആ ലെവലിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും മൈൻഡുകളെ മാറ്റണം. എങ്കിൽ മാത്രമേ ഡേ ടു ഡേ ലൈഫിലെ പാപങ്ങളിൽ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ വിചാരിക്കും ഇന്ന് നമ്മൾ മരിച്ചു, ഓക്കെ, സമ്മതിച്ചു, നാളെയും നമ്മൾ മരിച്ചേ പറ്റത്തുള്ളൂ. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും നാളെയും മരിക്കണം. ഓരോ ദിവസവും മരിച്ചു 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 ജീവിക്കുന്ന, അതാണ് തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂസ് എടുക്കുക. ക്രൂസ് എന്ന് പറയുന്ന മരണത്തെ കാണിക്കുകയാണ്. തൻ്റെ ക്രൂസ് എടുത്ത് തന്നെ അനുഗമിക്കുക. ഓരോ ദിവസവും എവരി ഡേ നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും എല്ലാം ദിനവും, ആമേൻ, സ്തോത്രം, പ്രിയമുള്ളവരെ, നമ്മൾ മരിക്കേണ്ടവരാണ്. അങ്ങനെ മരിച്ച് മരിച്ച് മരിച്ചാണ് നമ്മുടെ മരണം വരെ, നമ്മുടെ ലിറ്ററലി നമ്മുടെ ശാരീരിക മരണം അല്ലെങ്കിൽ കർത്താവ് രണ്ടാമത്തെ വരവ് വരെയും നമ്മുടെ ദേഹി മണ്ഡലങ്ങളെ, പഴയ മനുഷ്യനെ ദിനവും മരിപ്പിക്കണം. അത് കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ, അതാ പൗലോസ് പറഞ്ഞു, ഞാൻ വിശ്വാസത്താലാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള ആ ഫെയ്ത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അത് പൗലോസ് കൺഫസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്രയും പറയുമ്പോൾ തന്നെ ഈ ഭാഗങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ, 6-ാം അധ്യായം എൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാൻ ഇനി മരിക്കുകയില്ല, മരണത്തിൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അടുത്തത്, അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ, കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ട് മരിച്ചത് പാപസംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞാൽ ആരുടെ? നമ്മുടെ പാപം നിമിത്തമാണ് അവൻ മരിച്ചത്. അത് തെറ്റായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കല്. കർത്താവ് പാപിയല്ല, പാപജഡമല്ല. പാപജഡത്തിന്റെ സ്വാതന്ത്ര്യത്തിലാണ് കർത്താവ് വന്നത്. കർത്താവ് ഒരിക്കലും പാപിയല്ല, പാപജഡമല്ല. നമ്മൾ ഒരു സാദൃശ്യമാണ്. അവിടെ പറയുന്നു, അവൻ മരിച്ചു എങ്കിൽ അവനോട് കൂടെ, ക്രിസ്തുവിനൂടെ മരിച്ചു എങ്കിൽ അവനോട് ജീവിക്കുന്നു, വിശ്വസിക്കുന്നു. അത് വിശ്വാസം നമ്മളെപ്പോഴും ആക്ടിവേറ്റ് ചെയ്യണം. രണ്ടാമത്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ ഇനി മരിക്കുകയില്ല, മരണത്തിന്റെ മേൽ കർത്തൃത്വം ഇല്ല എന്ന് നാം അറിയുന്നു. അവൻ മരിച്ചത് നമ്മുടെ പാപസംബന്ധമായിട്ടാണ് മരിച്ചത്. അവൻ ജീവിക്കുന്നതും ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും നമ്മൾ ഇനി എന്നേക്കുമായി നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിൽ ജീവിക്കുന്നവർ നിങ്ങളെ തന്നെ എണ്ണുവിൻ. നമ്മളെപ്പോഴും ഈ വചനം വായിക്കുമ്പോൾ നമ്മളെന്നും നമ്മളെ അക്കൗണ്ട് ചെയ്യണം, നമ്മളെ കൺസിഡർ ചെയ്യണം. ഞാൻ കർത്താവിന് വേണ്ടി ദിനവും ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ, അടുത്ത 12-ാമത്തെ വാക്യം, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിന്റെ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുന്നവർ ഇനി വാഴരുത്. ഇനി അതിന് വാഴരുത്. കാരണം ഇത്രയും നമ്മൾ പഠിച്ചു എങ്കിൽ ഇനി നമ്മളെ പാപത്തിന്, ഈ പാപം എന്ന് പറയുന്ന പഴയ മനുഷ്യന്റെ പാപ സ്വഭാവങ്ങൾക്ക് ഇനി നമ്മുടെ മേൽ വാഴുവാനായിട്ട് നമ്മളെ ശരീരം വിട്ടുകൊടുക്കരുത്. കാരണം ഈ ലോകത്തിന്റെ മോഹങ്ങളും ഇച്ഛകളും ദൈവിക പദ്ധതികൾക്ക് വിരോധമായി നിൽക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളുമായിട്ട് പലപ്പോഴും യോജിച്ചു പോകുന്നില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെയെല്ലാം ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഡോക്ടറാണോ, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഇറ്റ്സ് ഓക്കെ. എഞ്ചിനീയറോ, സയൻറ്റിസ്റ്റോ, കളക്ടറോ, IAS, IPS, വാട്ട് എവർ മേ ബി, നിങ്ങൾക്ക് എന്ത് തന്നെ ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ ആഗ്രഹമാണെങ്കിൽ അത് ഇറ്റ്സ് ഓക്കെ. അത് ദൈവരാജ്യത്തുമായി കണക്ട് ചെയ്യപ്പെട്ട അതിലേക്കൊരു പർപ്പസിലേക്ക് നമ്മളെ നയിക്കപ്പെടും. അതല്ല ദൈവത്തിൻ്റെ പദ്ധതി ഒന്നും നമ്മൾ അതിൻ്റെ മേൽ മറ്റൊരു മോഹവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് പാപത്തെ ജയിക്കുവാനായിട്ട് കഴിയത്തില്ല. ഈ മോഹങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് പാപത്തിൻ്റെ പ്രകൃതം, പഴയ മനുഷ്യൻ പിന്നെയും നമ്മുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതിനെ ജയിക്കുവാനായിട്ട് പൗലോസ് പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. ഇനി നിങ്ങൾ, ഒരു കാലത്ത് നമ്മൾ അങ്ങനെയായിരുന്നു. അതിവിടെ എൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ അവയവങ്ങളൊക്കെ ഒരു കാലത്ത് ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കും ഇച്ഛകൾക്കും വേൾഡിലെ പ്ലഷേഴ്സിനും ഒക്കെ നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ ശരീരത്തിലെ ഓർഗനുകൾ അതിനെ അടിമപ്പെട്ട് കിടന്നു. നമ്മുടെ ഓരോ ചിന്തകൾ,
നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ നാക്ക്, പ്രവൃത്തി, ഇതെല്ലാം ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് കിടന്നിരുന്നു ഒരു സമയം വരെ. എന്നാൽ നമ്മളൊരു പുതുമനുഷ്യനായപ്പോൾ, കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് ആ സ്നാനമേറ്റ സമയം തൊട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ടുള്ളവരാണെന്നും, ഇനി മുതൽ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധമായിട്ടല്ല, നീതിയുടെ ആയുധമായി ദൈവത്തിന് ഡെഡിക്കേറ്റ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞ നേരത്തെ വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞു. അതാ പൗലോസ് വിളിച്ചു പറഞ്ഞ, ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ്, ഞാൻ മരിച്ചു. കർത്താവ് ഇനി മുതൽ എൻ്റെ അവയവങ്ങളിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. നമ്മുടെ കണ്ണുകൾ പലപ്പോഴും നമ്മളങ്ങനെ ഓരോ ദിവസവും ഇത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാപത്തിൽ നിന്ന് ജയിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ദൈവം ജനിച്ചവൻ ഒരു കാലത്തും പാപം ചെയ്യുന്നില്ല. 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങൾ കർത്തൃ നടത്തിയില്ല. തുടർന്ന് വായിക്കുന്നു, അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, എന്നാൽ എന്ത്, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുന്നു ഒരു നാളും അരുത്. നമ്മൾ ഇത്രയും ഭാഗങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് ന്യായപ്രമാണം എന്താണ്, കൃപ എന്താണെന്ന് നമ്മൾ മനസ്സിലായി. ന്യായപ്രമാണം നമ്മൾ ഓരോ നിമിഷവും അത് ശിക്ഷയുടെ എണ്ണം കൂട്ടി വെക്കുന്നതല്ലാതെ അതിൽ നമ്മുടെ രക്ഷപ്പെടുവാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ ന്യായപ്രമാണം നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്തും നമുക്ക് അനുസരിക്കുവാൻ കഴിയത്തില്ല. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ജഡത്തിന് ശിക്ഷ വിധിക്കുകയാണ്. ന്യായപ്രമാണം അല്ലെങ്കിൽ ഒരു പാപത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു യജമാനനായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, കൃപ നമുക്ക് നീതിയുടെ യജമാനനായിട്ട് ഇവിടെ മാറുകയാണ്. അതാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ അവിടെ പറയുന്ന നീതിക്ക് ജീവിക്കുക, അല്ലെങ്കിൽ നീതിക്ക് നീ അടിമകളാവുക. ഏതാണ് നമ്മൾ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കും. ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചപ്പോൾ തന്നെ നമുക്ക് ഇനി 15-21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ വായിച്ച് അവസാനിപ്പിക്കുവാനേ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. നീതിയുടെ ദാസന്മാരായിട്ട് ജീവിക്കണമെന്നുള്ള വലിയൊരു ആഹ്വാനം കൊടുക്കുകയാണ്. നമ്മൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കാണ് അധീനരാകിയാൽ നാം പാപം ചെയ്യുന്നു ഒരു നാളും അരുത്. സ്തോത്രം. നമുക്ക് കൃപ കൊണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ കൊണ്ട് ഈ പാപത്തെ ജയിക്കണമെന്നുള്ള കാര്യമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അടുത്ത വാക്യം, നിങ്ങൾ ദാസന്മാരായി അനുസരിക്കുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് ദാസന്മാർ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് കാര്യങ്ങളുടെ അടിമകൾ. ഒന്നീ പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിക്ക് ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ അടിമകൾ. സാത്താൻ്റെ അടിമകളായിട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മളിലേക്ക് മരണമാണ് വാഴുന്നത്, ജീവൻ വാഴുകയില്ല, നിത്യമായ മരണത്തിലേക്ക് അത് നയിക്കപ്പെടും എന്നുള്ളതാണ്. എന്നാൽ യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവത്തിന് നമ്മൾ അടിമയായി കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് നീതിയാണ് വാഴുന്നത്. നമ്മൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ നിത്യജീവനിലേക്ക് നമ്മൾ കടന്നു പോകുവാൻ ഇടയായിത്തീരും. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും, പൗലോസ് റോമാക്കാരോട് പറയുകയാണ്, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നു, എന്നാൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അവരെക്കുറിച്ച് റോമിലെ വിശ്വാസികളെ കുറിച്ച് പറയുന്ന, അവരുടെ വിശ്വാസം റോമാലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും വളരെ പ്രസിദ്ധമായിരിക്കുന്നു. എന്താണ് അവരുടെ വിശ്വാസം? അവരെ പഠിപ്പിച്ച ഉപദേശത്തെ അവർ ഏറ്റെടുത്തു, അവരുടെ ഹൃദയപൂർവ്വം അനുസരിച്ച് അവർ നീതിയുടെ ദാസന്മാരായി തീർന്നു. അതിൻ്റെ ഒരു ഫലം എന്താണ്? അടുത്ത ഭാഗം പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത പൗലോസ് ഒരു കാര്യം അവരെ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുകയാണ്. കാരണം നമ്മുടെ ജഡം ഇങ്ങനെയാണ്, പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ ജഡത്തിന്റെ ബലഹീന നിമിത്തം, നമ്മുടെ ജഡത്തിന്റെ ബലഹീനത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡം, നമ്മുടെ ഈ ന്യായപ്രമാണം അനുസരിക്കുവാൻ നമ്മുടെ ജഡത്തിലെ ഒരു അവയവങ്ങളും പര്യാപ്തമല്ല എന്ന് പൗലോസ് ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുകയാണ്. ബലഹീനത നിമിത്തം
ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു. ഞാൻ മാനുഷികമായ ഒരു രീതിയിൽ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും ഒരു കാലത്ത് നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അധർമ്മത്തിന് അടിമകളായി സമർപ്പിച്ചതുപോലെ ആ ഇപ്പോൾ നിങ്ങൾ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ അൺക്ലീൻ സ്പിരിറ്റുകൾ, അനീതിയുടെ ആയുധങ്ങളാണ് നിങ്ങളിൽ ഒരു സമയം വരെ വാണുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി നിങ്ങൾ ദൈവത്തിന് ജീവിക്കേണ്ടവരായതുകൊണ്ട്, ക്രിസ്തുവിന് ജീവിക്കേണ്ടവരായതുകൊണ്ട്, നിത്യജീവന്റെ അവകാശികളാകേണ്ടതുകൊണ്ട് നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഞാനും നിങ്ങളും റോമാക്കാരോട് പറയുന്നെങ്കിലും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഈ കാലഘട്ടത്തിലും എനിക്കും നിങ്ങൾക്കും ഇത് ബാധകമാണ്. പ്രിയമുള്ളവരെ, ഈ ഭാഗങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുകയും ചെയ്താൽ നമ്മുടെ പാപ സ്വഭാവങ്ങൾ, നമ്മളെ ചെറുതായ പാപങ്ങൾ, മുറുകെ പറ്റുന്ന പാപ സ്വഭാവങ്ങളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ ഒരു വിടുതൽ ലഭിക്കുവാനായിട്ട് കഴിയും. ഇവിടെ പറയുന്ന അധർമ്മത്തിനായി അശുദ്ധിക്കും അടിമകളായി സമർപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ എന്തത്തിനായിട്ട്? വിശുദ്ധീകരണത്തിനായി, ആമേൻ, കർത്താവിന്റെ വിശുദ്ധിക്കായിട്ട്, നീതിക്ക് അടിമകളായി സമർപ്പിക്കും. അപ്പൊ വിശുദ്ധിക്കായിട്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുന്നുണ്ടല്ലോ, ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അതുകൊണ്ട് വിശുദ്ധീകരണം നമുക്ക് ലഭിക്കാതെ നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് കഴിയത്തില്ല. ഒരു അനീതിയുടെ, ഒരു അധർമ്മത്തിൻ്റെ, ഒരു അൺക്ലീൻ സ്പിരിറ്റുമായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയത്തില്ല. ഒരു ഭക്തന് അങ്ങനെ ജീവിച്ചാൽ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയത്തില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കണം. കർത്താവെ, എൻ്റെ ഓരോ അവയവങ്ങളും കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുമ്പോൾ പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്ത് ഇനി മുതൽ കർത്താവെ അങ്ങ് വാഴണം, അങ്ങയുടെ ചിന്തകളായി തീരട്ടെ, എൻ്റെ നോട്ടം അങ്ങയുടെ നോട്ടമായി തീരട്ടെ. അങ്ങ് എന്താണ് ചിന്തിക്കുന്നത്, അങ്ങ് എന്താണ് പ്രവർത്തിക്കുന്നത്, അങ്ങാണ് കർത്താവാണെങ്കിൽ ഈ വിഷയത്തിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, കർത്താവാണെങ്കിൽ ഈ സമയത്ത് എങ്ങനെ തീരുമാനമെടുക്കും, അങ്ങനെ ഒരു ചിന്തകളിലേക്ക് നമ്മൾ പോയാൽ, അതുകൊണ്ടാണല്ലോ ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ, ഒടുവിൽ സത്യമായതൊക്കെയും ഘനമായതൊക്കെയും രമ്യമായതൊക്കെയും നല്ലതൊക്കെയും സൽകീർത്തിയോ സൽഗുണമോ പുകഴ്ചയൊക്കെയും ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് പൗലോസ് പറയുന്നതിൻ്റെ കാര്യം അതാണ് ഫിലിപ്പിയ സഭയോട് പറയുന്നത്. അതേ രീതിയിൽ നമ്മുടെ അവയവങ്ങളെ പൂർണ്ണമായി ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പാപത്തിൻ്റെ ഫോഴ്സിൽ നിന്ന് നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയും. ഇനി നമ്മൾ അവന് അടിമകളാകുവാൻ സാധ്യമല്ല. അടുത്ത വാക്യം പറയുന്നു, നിങ്ങൾ അപ്പോൾ പാപത്തിന്റെ അടിമയായിരുന്നപ്പോൾ നീതിയെക്കുറിച്ച്, നീതി നമ്മൾ ഫ്രീ ആണ്, നീതിയുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. എന്നാൽ നീതിക്ക് അടിമകളാകുമ്പോൾ പാപത്തിൽ എന്നേക്കുമായി നമ്മൾ ഫ്രീ ആയിരിക്കുന്നു. നമുക്ക് പാപവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് 22-ഉം 23-ഉം വാക്യങ്ങൾ വായിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. നാം പാപിയല്ല. സ്തോത്രം. നമ്മളെ വിശുദ്ധൻ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവന്നു. നമ്മുടെ പൊസിഷൻ വിശുദ്ധൻ എന്നാണ്. ആ പൊസിഷൻ നമ്മളെ ഇരുത്തിയിരിക്കുന്നത് സ്വർഗസ്ഥലത്ത്. Efesians 2:7 നമ്മളെ സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുന്നു. നമ്മുടെ പൊസിഷൻ, നമ്മുടെ പേര് വിശുദ്ധൻ, നമ്മുടെ ഇരിപ്പ് സ്വർഗസ്ഥലം, ഇതെല്ലാം ആത്മമണ്ഡലത്തിൽ നടന്നു കഴിഞ്ഞ കാര്യമാണ്. എന്നാൽ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലിറ്ററലി പ്രായോഗികമായ ജീവിതത്തിൽ നമ്മുടെ വിശുദ്ധി വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ഓരോ അവയവങ്ങളെയും, അത് നാവായിക്കോട്ടെ, കണ്ണായിക്കോട്ടെ, നമ്മുടെ എല്ലാ അവയവങ്ങളെയും കർത്താവിൻ്റെ നീതി വാഴുവാൻ. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് ചില പറഞ്ഞിട്ടില്ല, എനിക്ക് ഭയങ്കര കോപമാ, എനിക്കതിന് കൺട്രോൾ വരുന്നില്ല. പിന്നെയുള്ളവരെ, നിങ്ങൾക്ക് ഏത് പാപ സ്വഭാവങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, ഏത് ദുർസ്വഭാവങ്ങളുടെ ജീവിതത്തെ ഭരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ നിങ്ങൾ കർത്താവിന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ അവയവങ്ങൾ, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ നാവിനെ കർത്താവിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെങ്കിൽ, കർത്താവെ, ഇനി നിന്റെ സംസാരം എൻ്റെ നാവിൽ കൂടെ വരട്ടെ. അങ്ങനെ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ബ്രെയിനെ, നമ്മുടെ ശരീരത്തിൻ്റെ ദേഹി മണ്ഡലങ്ങളിലെ സകല അവയവങ്ങളെയും
കർത്താവിൻ്റെ നീതിക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളിൽ പിന്നെ വാഴുന്നത് കർത്താവായിരിക്കും. അവൻ്റെ രാജ്യമായിരിക്കും, അവൻ്റെ കിങ്ഡമായിരിക്കും, അവൻ്റെ റൂളായിരിക്കും, അവൻ്റെ നിയമമായിരിക്കും നമ്മളിലേക്ക് വാഴുവാനിടയായിത്തീരുന്നത്. അങ്ങനെ വാഴുമ്പോഴാണ് നമ്മൾക്കൊരു വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിൽ നാം ആയിത്തീരുന്നത്. അടുത്ത വാക്യം, അതിൻ്റെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ. ദാസൻ എന്ന് പറയുന്നത് ഇവിടെ അടിമയാണ്. ഇവിടെ ദാസൻ. അതേസമയം തന്നെ റോമാലേഖനം 8-ാം അധ്യായത്തോട് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, നാം ഇനി ദാസനല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക്. അവിടെ ദാസൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ ഒരു വീട്ടു ജോലിക്കാരനുള്ള അർത്ഥത്തിലാണ്. അവിടെ സെർവന്റിന്റെ ഒരിതാണ്. സെർവന്റ് ഒരിക്കലും യജമാനന്റെ അവകാശം പ്രവേശിക്കാൻ കഴിയത്തില്ല, മക്കൾക്ക് മാത്രമേ അവകാശം കിട്ടിയുള്ളൂ. ഇവിടെ ദാസൻ എന്ന് പറയുന്നത് ഒരു അടിമയെ തന്നെയാണ് പൗലോസ് കാണുന്നത്. ഇപ്പോൾ പാപത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ട്. ഒന്ന് വിശുദ്ധീകരണമാണ്. അത് രണ്ടാമത് അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് നിത്യജീവനിലേക്ക് നയിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മളെ വിശുദ്ധീകരിച്ച് അതിൻ്റെ അവസാനം നിത്യജീവനിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുപോകുന്നതായിട്ട് ഇവിടെ പൗലോസ് ഈ ഭാഗങ്ങൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതിൻ്റെ പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എന്തെന്ന് പറയുന്നത് ഈ ലോകത്തിലെ ശരീരത്തിലുള്ള ശാരീരിക മരണത്തെക്കുറിച്ചല്ല പറയുന്നത്, നിത്യമായ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറയുന്നത് നിത്യമായ മരണം. ഒരിക്കലും നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയാത്ത നിത്യമായ മരണത്തിലേക്ക് പോകുന്നതാണ് പാപത്തിന്റെ കൂലി അല്ലെങ്കിൽ അതിന്റെ ശമ്പളം എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. യേശു ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് അവൻ്റെ ദാസന്മാരായി, അവൻ കർത്താവിൻ്റെ അടിമകളായി നമ്മെ തന്നെ ഏൽപ്പിച്ച് സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭക്തന്റെ ഡേ ടു ഡേ ലൈഫിൽ കർത്താവിനെ വിശുദ്ധീകരിച്ച് 24 hours അവനെ വാഷ് ചെയ്ത് കർത്താവിൻ്റെ രക്തം കൊണ്ട് അവനെ കഴുകി ശുദ്ധീകരിച്ച് നമ്മുടെ മരണം വരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ നമ്മളെ നിത്യജീവനിൽ എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഭൂമിയിലെ ഈ ഒരു ഭക്തന്റെ, യേശുവിൽ രക്ഷിക്കപ്പെട്ട ഒരു ഭക്തന്റെ ജീവിതമെന്ന് പൗലോസ് ഈ 6-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് രാത്രി ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തുന്നു. പാപത്തിന്റെ ശക്തിയിൽ നിന്നും നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയും, നമ്മൾ എങ്ങനെ ഇനി നീതിക്ക് ദാസന്മാരായിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് രാത്രി ചിന്തിപ്പാൻ, പഠിപ്പാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തി നമ്മളെ ശക്തീകരിച്ചതിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓരോ ഭാഗങ്ങളും നമ്മൾ 6-ാം അധ്യായം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് 7-ാം അധ്യായം ഒന്നുകൂടെ മനസ്സിലാകും, 7 പഠിച്ചു കഴിയുമ്പോൾ 8 പിന്നെയും മനസ്സിലാകും. ഓരോ അധ്യായങ്ങളും ഓരോന്നും കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ഓരോ ഭാഗങ്ങളും നമുക്ക് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ച് അതിൻ്റെ ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.